അസ്സലാമു അലൈക്കും. ഇന്ന് റജബ് 27. ഇസ്രാ മെഹ്റാജ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വളരെയധികം പ്രധാനമായിട്ടുള്ള സംഭവം നടന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും കണക്കിലെടുത്തുകൊണ്ട് അന്നേ ദിവസം മെഹ്റാജ് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ആ മെഹ്റാജിൻ്റെ നോമ്പിൻ്റെ വേളയിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കേൾക്കാൻ സാധിച്ചത്. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു. എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു. നോക്കൂ, നല്ലൊരു ദിവസം കടന്നു വരുന്ന ആ ഒരു നിമിഷം ഒരു വീട്ടിലുണ്ടായത് ഒന്നല്ല 2 മരണങ്ങളാണ്. ഒരു വല്യപ്പയും ഒരു പേരക്കുട്ടിയും മരണപ്പെട്ടു പോയി എന്നുള്ള സങ്കടകരമായ വാർത്ത. കഴിഞ്ഞ ദിവസമാണ് ചെമ്മാട് സ്വദേശി പറമ്പൻ ഹസൻ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നത്. മരണപ്പെട്ടു പോയ ഹസൻ ഹാജിയുടെ മയ്യത്ത് കബറടക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പ്രയാസത്തിൽ നിന്നും വിട്ടുമാറിയില്ല. ആ വീട്ടിൽ മറ്റൊരു മരണം സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് മരണപ്പെട്ടു പോയത്. വെറും 1.5 വയസ്സ് മാത്രം പ്രായം. സ്റ്റെയർ കേസിൽ നിന്നും വീണ് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ്. ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ച് ആ മരണത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും അവർ വിട്ടുമാറിയില്ല. അപ്പോഴേക്കും മറ്റൊരു മരണം സംഭവിക്കുന്നു. അതും ഒരു 1.5 വയസ്സുകാരൻ്റെ മരണം. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ വല്യപ്പയോടൊപ്പം നാളെ ആ പേരക്കുട്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഒരു പവിത്രമായ ദിവസത്തിൽ നിങ്ങളെല്ലാവരും ആ വല്യപ്പയ്ക്കും പേരമകനും വേണ്ടി ആത്മാർത്ഥമായ ദുആ ചെയ്യുക. ഇതോടൊപ്പം എല്ലാ മെഹ്റാജ് നോമ്പ് വരുന്ന സമയത്തും ഞാൻ എന്നും ഓർത്തു പോകുന്നൊരു പൊന്നുമോനുണ്ട്. എല്ലാ വർഷവും എല്ലാ മെഹ്റാജ് നോമ്പ് എത്തുന്ന സമയത്തും എനിക്ക് അവനെക്കുറിച്ച് പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം മെഹ്റാജ് നോമ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആ പൊന്നുമോൻ്റെ ചിത്രമാണ്. നിഷ്കളങ്കനായി ചെറുപുഞ്ചിരിയോടുകൂടി സൈക്കിളിലിരിക്കുന്ന ഒരു പൊന്നുമോൻ. കഴിഞ്ഞ വർഷവും അതിന് തൊട്ടുമുമ്പുള്ള വർഷവും ഞാൻ ആ പൊന്നുമോനെക്കുറിച്ച് വീഡിയോ ചെയ്തു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. നോക്കൂ, എന്തുകൊണ്ടാണ് മെഹ്റാജിൻ്റെ ആ ഒരു ദിവസത്തിൽ ആ കുട്ടിയെ, ആ പൊന്നുമോനെ ഓർത്തിരിക്കാനുള്ള കാരണം ആ പൊന്നുമോൻ്റെ അത്ഭുതപ്പെടുത്തുന്ന മരണം തന്നെയായിരുന്നു. ആ പൊന്നുമോൻ്റെ മരണം ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഏതൊരു സത്യവിശ്വാസിയും ഏതൊരു മുസ്ലിമും ആഗ്രഹിച്ചു പോകുന്ന മരണം. നോക്കൂ, റഫ്നാസ് എന്നാണ് ആ പൊന്നുമോൻ്റെ പേര്. എന്നാൽ അവനെ ഇഷ്ടപ്പെടുന്നവർ, അവൻ്റെ സ്നേഹിതർ, സുഹൃത്തുക്കളൊക്കെ അവരെ വിളിച്ചിരുന്നത് ഇപ്പുമോൻ എന്നായിരുന്നു. വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിലെ മോനായിരുന്നു. തൻ്റെ പഠനത്തോടൊപ്പവും അധ്വാനിച്ച് ജോലി ചെയ്തിരുന്ന ഒരു പൊന്നുമോനായിരുന്നു. അത്തരത്തിലൊരു ദിവസം റഫ്നാസ് മോൻ മെഹ്റാജിൻ്റെ ദിവസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് ജോലിക്ക് പോവുകയാണ്. അങ്ങനെ കടയിൽ ആ ദിവസം, ആ മെഹ്റാജിൻ്റെ ദിവസത്തിൽ നോമ്പ് പിടിച്ച ആ പൊന്നുമോന് ആ ഒരു ജ്യൂസ് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പൊന്നുമോന് ഷോക്കേൽക്കുകയാണ്. ഷോക്കേറ്റ് തെറിച്ചു വീണ ആ പൊന്നുമോനെ എല്ലാവരും ഓടിക്കൂടി എടുത്തു പിടിച്ചു പൊക്കി. വെള്ളം വേണമോ എന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഷഹാരത്ത് കലിമ ചൊല്ലിക്കൊണ്ടായിരുന്നു ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയത്. ആ പൊന്നുമോൻ ഷഹാരത്ത് കലിമ ചൊല്ലിയത് തൊട്ടടുത്തുള്ള കടയിലെ ആളുകൾക്ക് പോലും കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നോക്കി, ഇത്തരത്തിൽ നല്ലൊരു ദിവസം നോമ്പുകാരനായി അതും ഷഹാരത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നത് അതത്ര നിസ്സാരമുള്ള കാര്യമല്ല. ആ പൊന്നുമോനെക്കുറിച്ച് ആ നാട്ടിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. മാതാപിതാക്കളെ ആ മകൻ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നു. താൻ ജോലി ചെയ്ത് കിട്ടുന്ന തുകയൊക്കെ സ്വരൂപിച്ച് ഉമ്മാക്ക് സ്വർണ്ണാഭരണങ്ങൾ വരെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. ആ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു ആ പൊന്നുമോൻ. റഫ്നാസ് തൻ്റെ പേരിൽ തുടങ്ങിവെച്ച ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അതിപ്പോഴും അവിടെ അനാഥമായി കിടപ്പുണ്ട്. സൈക്കിളിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കനായിരിക്കുന്ന പൊന്നുമോൻ്റെ ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതോടൊപ്പം ഞാനിന്നൊരു മറ്റൊരു വീഡിയോ കൂടി കണ്ടു. അസ്റുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ തളർന്നു. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യവാനായോണ്ടായിരിക്കും ചിലപ്പം എനിക്ക് ഇങ്ങനെയുള്ളൊരു രോഗം തന്നത്. ഒരു പരീക്ഷണം ഈ ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയതും. പയ്യന്നൂർ തായിനേരിയിൽ അസ്റുദ്ദീൻ എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ്. ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി എന്ന് പറയപ്പെടുന്നു. മരണപ്പെടുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരൻ അവസാനമായി പറഞ്ഞു വെച്ച വാക്കുകൾ എന്ന പേരിലാണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഒരുപാട് രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ചെറുപ്പക്കാരനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ, താൻ ഇത്തരം രോഗത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ആ ചെറുപ്പക്കാരൻ പടച്ചറബിനെ കുറ്റപ്പെടുത്തുകയല്ല,
നേരെ മറിച്ച് ഇതെല്ലാം പടച്ചറബിൻ്റെ പരീക്ഷണമാണ്, ഞാൻ ഭാഗ്യവാനാണെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നിട്ട് അവസാനം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്നുണ്ട്, മനോഹരമായ പുഞ്ചിരി. ഈ ലോകം പരീക്ഷണങ്ങൾക്ക് വിധേയമാണ്. രോഗം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും അങ്ങനെ പല വിധത്തിൽ നാം എല്ലാവരും പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. ആ പരീക്ഷണങ്ങളിൽ തളരാതെ പതറാതെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് നാളെ പരലോകത്ത് പടച്ചറബ് നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത് വലിയ പ്രതിഫലങ്ങളാണ്. ആ ചെറുപ്പക്കാരനും അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ. നോക്കൂ, ഒരു വിഭാഗം ആളുകൾ ഈ മിഗ്റാജ് നോമ്പ് പിടിക്കാൻ പാടില്ല, അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ എല്ലാ വർഷക്കാലവും രംഗത്ത് വരാറുണ്ട്. നോക്ക്, അത്തരം ആളുകളോടൊന്നും ഒരു വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറല്ല. നോക്ക്, നമ്മൾ നല്ലൊരു ദിവസം മദ്യപിക്കുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഒരു നോമ്പ് പിടിക്കുകയല്ലേ, അതും പടച്ചറബിന് വേണ്ടി. തെറ്റായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ ഒക്കെ പറഞ്ഞു നിൽക്കാം, നീ ഇത് ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്ന്. നല്ലൊരു മാസത്തിൽ നല്ലൊരു ദിവസത്തിൽ ഒരു നോമ്പ് പിടിച്ചു എന്ന് കരുതിക്കൊണ്ട് ഇവിടെ എന്ത് തെറ്റാണ് സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് നോമ്പ് പിടിക്കണ്ട എന്ന് പറയുന്നവർക്ക് കൃത്യമായ മറുപടികളിലൂടെ പണ്ഡിതന്മാർ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നീട് അവിടെ നിന്നും ആകാശ ലോകങ്ങളിലേക്കും യാത്ര ചെയ്തതിനെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പമാണ് ബുറാഖി എന്ന വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തത്. ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ട് മുൻകാലത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകി, അതായത് ഇമാമായി കൊണ്ട് നിസ്കരിച്ചു. ആ സംഭവത്തിലൂടെ എല്ലാ പ്രവാചകന്മാരുടെയും നായകൻ എന്ന പദവി അവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയാകുന്നത്. ഓരോ ആകാശങ്ങളിലും വെച്ച് മഹാന്മാരായ ഓരോ പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടുന്നു. അവസാനം 7 ആകാശങ്ങളും കടന്ന് അതിനപ്പുറത്തുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയാണ്. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയും നേരിട്ട് സംവദിക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് നിത്യവും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ യാത്രയിലായിരുന്നു. ആ ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു യാത്ര കൂടിയായിരുന്നു. മരണപ്പെട്ടുപോയ പ്രിയപത്നി ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം വേദനയോടുകൂടിയിരിക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു ആശ്വാസമായിരുന്നു ഈ ഒരു യാത്ര. ഈ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക.